ബലഹീനതകളെ തോൽപ്പിച്ച് മുന്നേറിയവന്റെ കഥയാണിത്. ഭക്ഷണം കഴിക്കാതെ അമ്മയെ പറ്റിച്ച് ബാരിസ് ഫുട്ബോൾ കളിക്കാൻ പോയി. നിർഭാഗ്യവശാൽ കളിക്കുന്നതിനിടയിൽ ബസ് തട്ടി അവന് പരിക്കേറ്റു. ആ അപകടത്തിൽ അവന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. അവന്റെ അവസ്ഥ കണ്ട് അമ്മ വളരെയധികം വേദനിച്ചു. ബാരിസിന് ഇനി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ സാധിക്കില്ല. അവന്റെ വിദ്യാഭ്യാസവും മുടങ്ങിപ്പോകുന്ന അവസ്ഥ. പുറത്തേക്ക് പോവാൻ കഴിയാതെ അവൻ എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു. ബാരിസിന് നായകളെ ഇഷ്ടമായിരുന്നു. അമ്മ അവനെ അതിൽ നിന്നും വിലക്കിയിരുന്നു. തെരുവിൽ നിന്നൊരു നായയെ എടുത്ത് അമ്മ അവന് നൽകി. പതിയെ അവൻ സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. അവിടെ കൂട്ടുകാരെല്ലാം അവന്റെ ബലഹീനതയെ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ സയയെപ്പോലൊരു കൂട്ടുകാരിയെ അവന് ലഭിച്ചു. അങ്ങനെ നാളുകൾ നീങ്ങി. ബാരിസ് വീണ്ടും കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിരുന്നു. ബാരിസിന് സയയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ മറ്റൊരാൾ അവളെ ചുംബിക്കുന്നത് അവൻ കാണാനിടയായി. അതു പിന്നീട് വലിയൊരു തർക്കത്തിന് ഹേതുവായി. അവന്റെ ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞതോടെ അവൾ അവനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം അവന്റെ നായയും അവനെ വിട്ടുപിരിഞ്ഞിരുന്നു. തുടർന്ന് അവൻ വികലാംഗരുടെ ഫുട്ബോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. തുടക്കത്തിൽ അവന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് അവനെ വേണ്ടെന്ന് വെക്കാൻ കോച്ച് തീരുമാനിച്ചു. എന്നിരുന്നാലും ബാരിസിന്റെ കഠിനമായ പ്രയത്നം കൊണ്ടും അച്ചടക്കം മൂലവും മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം അവൻ കാഴ്ചവെച്ചു. അങ്ങനെ ഒരിക്കൽ പ്രസ് കോൺഫറൻസിൽ വെച്ച് സയയെ അവൻ വീണ്ടും കാണാനിടയായി. ഇത്തവണ അവൻ അവളെ അവഗണിച്ചു. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ വഴി അവൻ അവളുടെ മുഖം തിരഞ്ഞിരുന്നു. ഒരു ദിവസം സയ അവനെ കാണുകയും തന്റെ തെറ്റ് തുറന്നു പറയുകയും ചെയ്തു. കൂട്ടുകാരുടെ കളിയാക്കലുകൾ ഭയന്ന് അവൾ അവനെ ഒഴിവാക്കുകയായിരുന്നു. ബ്രസീലുമായുള്ള ടർക്കിഷ് ടീമിന്റെ ഫൈനൽ മാച്ചിൽ ബാരിസും കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്രസീൽ 2 ഗോളുകൾ ഇതിനകം നേടിക്കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ ടർക്കിഷ് ടീമിനു വേണ്ടിയുള്ള ആദ്യ ഗോൾ ബാരിസ് നേടി. ഒടുവിൽ 2-2 എന്ന നിലയിൽ മാച്ച് സമനിലയിലായി. വാശിയേറിയ പോരാട്ടം നടന്നു. ഒടുവിൽ ടർക്കിഷ് ടീമിനൊരു പെനാൽറ്റി കിക്ക് ലഭിച്ചു. അതിനുള്ള ഭാഗ്യം ബാരിസിന് തന്നെ അവർ നൽകി. അന്നൊരിക്കൽ ഒരു പെനാൽറ്റി കിക്കിനിടെയായിരുന്നു ബാരിസിന് കാൽ നഷ്ടപ്പെട്ടത്. ഇന്ന് മറ്റൊരവസരം അവന് ലഭിച്ചിരിക്കുന്നു. ബാരിസ് ഫുട്ബോൾ കളിക്കുന്നത് എതിർത്തിരുന്ന അച്ഛനും ഇന്ന് അവന് സപ്പോർട്ടായി കാണികൾക്കിടയിലുണ്ട്. അവൻ നൽകിയ ഒറ്റ ഷോട്ടിൽ ഒരു ഗോൾ പിറക്കുകയും അവന്റെ ടീം വിജയിക്കുകയും ചെയ്തു. നിരവധി പരാജയങ്ങൾക്കിടയിൽ ഒരൊറ്റ വിജയം അവന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചു.